നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ ഇന്ന് നാടെങ്ങും ബലിപെരുന്നാൾ. ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരങ്ങളിലും പങ്കെടുത്ത് മുസ്ലിം സഹോദരങ്ങൾ. ഉറ്റവരെ നഷ്ടപ്പെട്ട പാലസ്തീൻ ജനതയ്ക്ക് കേരളക്കരയുടെ പ്രാർത്ഥനയിൽ ഒരിടം. മണൽക്കടത്ത് സംഘവുമായി ബന്ധം. വളപട്ടണം സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം. മണലും ബോട്ടുകളുടെ എഞ്ചിനും മറിച്ചുവിറ്റതായി വിജിലൻസ് കണ്ടെത്തൽ. മണൽ മാഫിയകളിൽ നിന്നും പണം വാങ്ങുന്നതായും ആരോപണം. മാലിന്യം നിറഞ്ഞ ജില്ല. നടപടികളിലും പിഴകളിലും കുലുങ്ങാതെ ജനങ്ങൾ. മാലിന്യം കത്തിക്കാൻ പുകപ്പുര ഒരുക്കിയും പുഴയോരത്ത് മാലിന്യം തള്ളിയും വീണ്ടും കേസുകൾ. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. വാർത്തകൾ വിശദമായി. ത്യാഗത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം വിളിച്ചോതി മുസ്ലിം മതവിശ്വാസികൾക്ക് ഇന്ന് ബലിപെരുന്നാൾ. പെരുന്നാൾ ദിനത്തിൽ രാവിലെ പള്ളികളിൽ നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തും പരസ്പരം സ്നേഹാഭിവാദ്യം ചെയ്തും വിശ്വാസികൾ ദിനം ആഘോഷമാക്കി. സിറ്റി ജുമാ മസ്ജിദിൽ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിന് ഖത്തീബ് നാസർ മൗലവി നേതൃത്വം നൽകി. ത്യാഗത്തിന്റെയും മാനവികതയുടെയും സന്ദേശം നൽകുന്ന ബലിപെരുന്നാൾ ഇന്ന്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ജില്ലയിലെ മുസ്ലിം ദേവാലയങ്ങളിലെല്ലാം രാവിലെ പെരുന്നാൾ നിസ്കാരം നടന്നു. കക്കാട് യൂണിറ്റി സെന്റർ ഖിദ്മ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ടി അബ്ദുൽ വാരിസ് നേതൃത്വം നൽകി. പാലസ്തീൻ ജനതയ്ക്കൊപ്പം മുസ്ലിം ജനത നിലകൊള്ളണം എന്ന ആഹ്വാനമായിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ നമസ്കാരത്തിന് തുടക്കമായത്. കക്കാട് സിറ്റി ജുമാ മസ്ജിദിൽ ബലിപെരുന്നാളിനനുബന്ധിച്ചു നടന്ന നമസ്കാരത്തിന് ഖത്തീബ് നാസർ മൗലവി നേതൃത്വം നൽകി. കക്കാട് യൂണിറ്റി സെന്റർ ഖിദ്മ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ടി അബ്ദുൽ ഖാരിസ് നേതൃത്വം നൽകി. ഈ വർഷം തുടങ്ങുമ്പോൾ പലസ്തീനെ കുറിച്ച് പറയാതെ തുടങ്ങാൻ കഴിയില്ലെന്നും 40,000-ഓളം കുഞ്ഞുങ്ങളും മുതിർന്നവരുമായി പലസ്തീനിൽ മരണമടഞ്ഞിരിക്കുന്നുവെന്നും പലസ്തീൻ ജനതയ്ക്ക് കരുത്തു പകരണമെന്ന പ്രാർത്ഥനയോടെയാണ് അബ്ദുൽ ഖാരിസ് തുടങ്ങിയത്. ബലിപെരുന്നാളിന്റെ തുടങ്ങുമ്പോൾ, നമ്മുടെ ആഘോഷം ആരംഭിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സയും ബൈത്തുൽ മഖ്ദിസും ഗസയും ഫലസ്തീനും പറയാതെ നമുക്ക് തുടങ്ങുക വയ്യ. 40,000-ത്തിലധികം കുഞ്ഞുങ്ങളും വലിയവരുമായിട്ടുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർ പുണ്യഭൂമിയുടെ വിമോചനത്തിനായി ഷഹീദായിരിക്കുകയാണ്.
ഇതിനേക്കാളും ഏറെ ആളുകൾ, 70,000-ത്തിലധികം ആളുകൾ പരിക്കുകൾ ബാധിച്ച് പല ഹോസ്പിറ്റലുകളിലായി കഴിയുകയാണ്. നാഥാ, ഞങ്ങളുടെ സഹോദരന്മാർക്ക് പുണ്യഭൂമിയുടെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾക്ക് നീ കരുത്തു പകരണേ തമ്പുരാനെ. അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സകല ചിത്രശക്തികളെയും നീ പരാജയപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാതെ നമുക്ക് ആഘോഷം തുടങ്ങുക സാധ്യമല്ല. ഈദുൽ അദ്ഹ എന്നാണ് ഈ ബലിപെരുന്നാളിന്റെ പേര്. ഉദ്ഹിയ്യത്തിന്റെ പെരുന്നാൾ എന്നാണ് പറയുന്നത്. ത്യാഗത്തെയും ബലിയെയും നാം ആഘോഷമാക്കുകയാണ്. നമ്മുടെ ആഘോഷം കേവലം ആഘോഷമല്ല, നമ്മുടെ ആഘോഷം ആരാധനയാണ്, ഇബാദത്താണ്. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് ഇന്ന് ഞാൻ 2 റക്അത്തുകളിലുമായി പാരായണം ചെയ്ത ആ പാരായണം ശ്രദ്ധിച്ച ആളുകൾക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും ആണ് ആ ആയത്തുകളിലൂടെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ പ്രാർത്ഥനയില്ലാതെ നമുക്ക് ആഘോഷം തുടങ്ങാൻ സാധ്യമല്ലെന്നും സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മാതൃകയായി നിലകൊള്ളുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്നും പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം മുസ്ലിം സഹോദരന്മാരോട് ആഹ്വാനം ചെയ്തു. ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെ ഒരു പെരുന്നാളാണ് നമുക്കിവിടെ ഇന്ന് നടന്നത്. അതിന് ദിക്മ ജുമാ മസ്ജിദ് ഉസ്താദ് അബ്ദുൽ വാരിസ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശം നൽകും. അങ്ങ് നമ്മുടെ സമൂഹത്തിനുള്ളൊരു സന്ദേശം എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് വർണ്ണ, ഭാഷ, ദേശ വ്യത്യാസങ്ങൾക്ക്, വൈവിധ്യങ്ങൾക്കപ്പുറം ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്ന വളരെ വലിയൊരു സന്ദേശമാണ് ബലിപെരുന്നാളിന് നൽകാനുള്ളത്. ആ അർത്ഥത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെല്ലാം ഒരേ വേഷത്തിലും അവരിൽ ഒരുപാട് ആളുകൾ പല പല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവരെല്ലാം ഒന്നാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പെരുന്നാളുകൾ നൽകുന്നത്. നിങ്ങൾ ആ ആശംസകളിലും അതിലെ ആലിംഗനങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ആ ഒരു സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബലിപെരുന്നാളിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ആരാധനാലയങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം എന്ന നിലക്കല്ല. ആരാധനാലയങ്ങൾ ആ പരിസരങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ അഭയകേന്ദ്രവും ആവുമ്പോഴാണ് ആരാധനാലയങ്ങൾക്ക് മാനവിക മുഖമുണ്ടാവുക. അതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഈ ചാനലിൻ്റെ, സിറ്റി ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഈ സന്ദർഭത്തിൽ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹത്തെയും സാഹോദര്യത്തെയും എന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയണം. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. KNM സിറ്റി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സിറ്റി സലഫി മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. നിസ്കാരത്തിൽ അബ്ദുൽ ഖാദിർ പ്രഭാഷണം നടത്തി. അവിടെ നമ്മോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവിടെ കല്ലേറ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഹജ്ജ് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മ നിർവഹിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇനി 3 ദിവസം എറിഞ്ഞിട്ട് വരുന്നെങ്കിൽ അവർക്കും കുഴപ്പമില്ല. ഈ തഖ്വയാണ് പ്രധാനം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരെന്ന് ഓർമ്മിക്കണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തടവുകാരന്റെ ആക്രമണം. 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. കാസർഗോഡ് സ്വദേശി അഹമ്മദ് റാഷിദാണ് ആക്രമണം നടത്തിയത്. മഹേഷ്, അർജുൻ ചന്ദ്രൻ, ഖലീലുർ റഹ്മാൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. അടിയിലും ചവിട്ടിലുമാണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. പോലീസിനെ ആക്രമിച്ച കേസിലാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ജയിലിലെത്തിയത്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും.
ത്യാഗസ്മരണയിൽ ഇന്ന് നാടെങ്ങും ബലിപെരുന്നാൾ. ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരങ്ങളിലും പങ്കെടുത്ത് മുസ്ലിം സഹോദരങ്ങൾ. ഉറ്റവരെ നഷ്ടപ്പെട്ട പാലസ്തീൻ ജനതയ്ക്ക് കേരളക്കരയുടെ പ്രാർത്ഥനയിൽ ഒരിടം. മണൽക്കടത്ത് സംഘവുമായി ബന്ധം. വളപട്ടണം സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം. മണലും ബോട്ടുകളുടെ എഞ്ചിനും മറിച്ചുവിറ്റതായി വിജിലൻസ് കണ്ടെത്തൽ. മണൽ മാഫിയകളിൽ നിന്നും പണം വാങ്ങുന്നതായും ആരോപണം. മാലിന്യം നിറഞ്ഞ ജില്ല. നടപടികളിലും പിഴകളിലും കുലുങ്ങാതെ ജനങ്ങൾ. മാലിന്യം കത്തിക്കാൻ പുകപ്പുര ഒരുക്കിയും പുഴയോരത്ത് മാലിന്യം തള്ളിയും വീണ്ടും കേസുകൾ. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണുതള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. മണൽ മാഫിയയ്ക്ക് വഴിവിട്ട സഹായം. കണ്ണൂരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം. നടപടി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക്. SI നിധിൻ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിഴൻ K, ഷാജി അകാരംപറമ്പത്ത്, കിരൺ K എന്നിവർക്ക് സ്ഥലമാറ്റം. വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ജില്ലയിലെ പാനൂർ, കണ്ണവം, തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലമാറ്റം. മണൽക്കടത്ത് സംഘവുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് റെയ്ഡ് നടത്തി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. ASI K അനിഴനെ പാനൂരിലേക്കും സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജി അക്കരപ്പറമ്പത്തിനെ കണ്ണവത്തേക്കും K കിരണിനെ തലശ്ശേരിയിലേക്കുമാണ് മാറ്റിയത്. അനധികൃതമായി കടത്തുന്നതിനിടെ പിടിച്ച മണൽ പോലീസുകാർ മറച്ചുവിറ്റുവെന്ന ആരോപണത്തെ തുടർന്ന് മെയ് 29-ന് DYSP PP മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പോലീസ് സ്റ്റേഷൻ റെയ്ഡ് ചെയ്തിരുന്നു. സ്റ്റേഷനിലെ ചില പോലീസുകാർക്ക്
മണൽക്കടത്ത് സംഘവുമായി അടുപ്പമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയുമിരുന്നു. ഇവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. വിശദമായ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. മണൽ വാരുന്നതിനിടെ പിടിച്ച 4 യന്ത്രവൽകൃത തോണികളുടെ എഞ്ചിൻ കാണാനില്ലെന്ന് വിജിലൻസ് കണ്ടെത്തി. ഈ യന്ത്രങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മണൽക്കടത്ത് സംഘത്തിന് തിരിച്ചുകൊടുത്തുവെന്നും മണൽക്കടത്തുകാരിൽ നിന്നും ചില പോലീസുകാർ പണം വാങ്ങുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരിട്ടി ടൗണിൽ എക്സൈസ് നടത്തിയ പെട്രോളിംഗിനിടയിൽ കാറിൽ കടത്തുകയായിരുന്ന 60 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. തലശ്ശേരി ചൊക്ലി സ്വദേശി KP ഹക്കീമാണ് അറസ്റ്റിലായത്. ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമലിന്റെ നേതൃത്വത്തിൽ പട്രോൾ നടത്തുമ്പോഴാണ് ഇരിട്ടി ടൗണിൽ നിന്നും ഫിയറ്റ് കാറിൽ കടത്തുകയായിരുന്ന 60 കിലോ കഞ്ചാവുമായി KP ഹക്കീം പിടിയിലായത്. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനോദൻ TK, പ്രമോദ് KP, സുരേഷ് KV, പ്രിവന്റീവ് ഓഫീസർ ഷൈബി കുര്യൻ, അനിൽകുമാർ VK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീനിവാസൻ V, രമീഷ് K, സന്ദീപ് ഗണപതിയാടൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശരണ്യ V എന്നിവരും ഉണ്ടായിരുന്നു. എടനാട്ട് ശ്രീ കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്കാവശ്യമായ കൃഷ്ണ തുളസിയും ചുവന്ന ചെക്കിയും തുമ്പിയും നട്ടുപിടിപ്പിക്കുന്ന തുളസി വനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം ചങ്ങായിക്കൂട്ടത്തിലെ കുഞ്ഞുമക്കൾ ചെടി നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്ഷേത്രം കാരണവന്മാരായ എടാടൻ കൃഷ്ണൻ കാരണവർ, മാത്രാടൻ മാധവൻ കാരണവർ, കാന രാഘവൻ കാരണവർ, ഇരിയലത്ത് കുഞ്ഞിരാമൻ കാരണവർ, നെയ്ത്തലത്ത് മാധവൻ കാരണവർ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കുമാർ, ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ MV, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര KV, സെക്രട്ടറി രാധാ ഗോപാൽ, പൂരക്കളി കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി സുഭാഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പങ്കെടുത്തു. പള്ളിപ്പൊയിൽ മഹാത്മാ മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾക്ക് ബക്രീദിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി MK മോഹനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് പുതിയൊരു സന്ദേശം നൽകുവാൻ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകമെമ്പാടും മുസ്ലിം കുടുംബങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ നാളെ വലിയ പെരുന്നാൾ ആഘോഷിക്കുക. അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, പുതിയ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ, ഭിന്നിപ്പിക്കാൻ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഒരു വിഭാഗം ആളുകൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കണ്ണോത്ത് ഭരതൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ശ്രീലത, വാർഡ് കൗൺസിലർ മിനി അനിൽകുമാർ, ചേലോറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M റഫീഖ്, K രവീന്ദ്രൻ മാസ്റ്റർ, ബഷീർ MK, TV ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളും ആരവും ഒഴിഞ്ഞു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ വൈശാഖ മഹോത്സവത്തിന് സമാപനമായി. 27 നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടത്തോടെയാണ് സമാപനമായത്. അഭൂതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു ഈ വർഷത്തെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കിലും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനും ഒടുവിലായിരുന്നു ഭക്തർക്ക് കൊട്ടിയൂർ പെരുമാളെ ദർശിക്കാനായത്. 27 നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിനാണ് തൃക്കലശാട്ടോടെ സമാപനമായത്. രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു. രാവിലെ നടന്ന കലശാഭിഷേകത്തിന് മുൻപേ മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലകളും കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ശ്രീകോവിൽ പിഴുതെടുത്ത് പടിഞ്ഞാറേ നടയ്ക്ക് കുറുകെ തിരുവഞ്ചിറയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് കലശാഭിഷേകം നടത്തി. ഞായറാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷമായിരുന്നു അത്തം ചതുശ്ശതം നിവേദിച്ചത്. തുടർന്ന് ഉച്ചശീവേലി. ഉത്സവകാലത്ത് കൊട്ടിയൂരിലെത്തിച്ച ദേവതകളെയെല്ലാം വിഗ്രഹത്തിൽ നിന്നും തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടവും ശേഷം കുടിപതികളുടെ തേങ്ങയേറും നടന്നു. നിത്യപൂജകൾക്ക് ശേഷം ഞായറാഴ്ച രാത്രിയോടെ കലശപൂജയും തുടങ്ങിയിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഒരിടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗസ്മരണയിൽ ഇന്ന് നാടെങ്ങും ബലിപെരുന്നാൾ. ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരങ്ങളിലും പങ്കെടുത്ത് മുസ്ലിം സഹോദരങ്ങൾ. ഉറ്റവരെ നഷ്ടപ്പെട്ട പാലസ്തീൻ ജനതയ്ക്ക് കേരളക്കരയുടെ പ്രാർത്ഥനയിൽ ഒരിടം. മണൽക്കടത്ത് സംഘവുമായി ബന്ധം. വളപട്ടണം സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം. മണലും ബോട്ടുകളുടെ എഞ്ചിനും മറിച്ചുവിറ്റതായി വിജിലൻസ് കണ്ടെത്തൽ. മണൽ മാഫിയകളിൽ നിന്നും പണം വാങ്ങുന്നതായും ആരോപണം.
മാലിന്യം നിറഞ്ഞ ജില്ല, നടപടികളിലും പിഴകളിലും കുലുങ്ങാതെ ജനങ്ങൾ. മാലിന്യം കത്തിക്കാൻ പുകപ്പുര ഒരുക്കിയും പുഴയോരത്ത് മാലിന്യം തള്ളിയും വീണ്ടും കേസുകൾ. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പുഴയോരത്ത് മാലിന്യം തള്ളിയവർക്ക് 15,000 രൂപ പിഴ. പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണൂർ പാലത്തിനോട് ചേർന്ന് തള്ളിയ മാലിന്യത്തിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 2 വ്യക്തികൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശവും നൽകി. ചെടയങ്ങാട് മണ്ണൂർ പാലത്തിന് സമീപം പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നുവെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സ്ക്വാഡും ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് ടീമും സംയുക്ത പരിശോധനയ്ക്ക് എത്തിയത്. മാലിന്യക്കെട്ടുകളിൽ നിന്നും കണ്ടെടുത്ത തെളിവുകൾ പ്രകാരം എന്നിവർക്കാണ് യഥാക്രമം 10,000-ഉം 5,000 രൂപ വീതവും പിഴ ചുമത്തിയത്. 2 പേരും എത്രയും പെട്ടെന്ന് മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ PP അഷ്റഫ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അശോകൻ AM, രാജശ്രീ V, ശശി K, ദിബിൻ CK എന്നിവരും പങ്കെടുത്തു. പ്ലാസ്റ്റിക് കത്തിക്കാൻ പുകപ്പുര, തൊട്ടടുത്ത് വയലിലും പ്ലാസ്റ്റിക് നിക്ഷേപം. ക്വാർട്ടേഴ്സ് ഉടമയ്ക്ക് 1.5 ലക്ഷം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പാറാട് പൊതിക്കണ്ടി ക്വാർട്ടേഴ്സ് ഉടമ അബ്ദുള്ള ഹാജിക്കാണ് പിഴ ഒടുക്കേണ്ടത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്.
അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയ ക്വാർട്ടേഴ്സിലെ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം ഷെഡ് നിർമ്മിച്ച് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ തുടർച്ചയായി കത്തിച്ചതിനാണ് പാറാട് പോതിക്കണ്ടി ക്വാർട്ടേഴ്സ് ഉടമ അബ്ദുള്ള ഹാജിക്ക് 500,000 രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മാലിന്യം അതിനടുത്തുള്ള വിജനമായ വയൽക്കരിയിൽ കെട്ടിയുണ്ടാക്കിയ സംവിധാനത്തിൽ കത്തിക്കുന്ന രീതിയിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത് തോടിനോട് ചേർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന വയലിലും പ്ലാസ്റ്റിക് ബോട്ടിൽ, ഭക്ഷണപ്പൊതികൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ വലിച്ചെറിഞ്ഞതായി കാണപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കത്തിച്ചതിനും ജലാശയം മലിനപ്പെടുത്തിയതിനും പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് 500,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെറീഖുൽ അൻസാർ, സെമീം TK, ജിഷിന S എന്നിവർ പങ്കെടുത്തു. ഏച്ചൂർ പന്നിയോട്ട് ദേശസേവാ വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാല പരിധിയിലുള്ള LSS SSLC +2 വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതോടൊപ്പം വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രചാരണവും നടത്തി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഗീത ടീച്ചർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെ പ്രയാസപ്പെട്ട് പഠിച്ച കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കിട്ടുന്ന നാട്ടിന്റെ ഒരു അംഗീകാരം കിട്ടുന്നത് അല്ലെ. +2 SSLC +2 വിജയികളെ LSS ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളെ നമ്മുടെ നാട്ടിലെ പ്രദേശത്തെ ആളുകൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്, നാട്ടിനോടുള്ള ഒരു പ്രതിപത്തിയാണ് ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങള് നമ്മൾ വഴി ഇവിടെ വരാനുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ ഈ ഒരു വായനശാല കെട്ടിടമുണ്ട്, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇവിടെ ഉണ്ടായ കാര്യമൊന്നുമല്ല. ഒരുപാട് ആളുകൾ അവരുടെ പരിശ്രമത്തിന്റെ, ത്യാഗത്തിന്റെ ഭാഗമായിട്ട്, സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി. പന്നിയോട്ട് ദേശസേവ വായനശാലയുടെ വൈവിധ്യമാർന്ന പ്രവർത്തന പരിപാടികളുടെ ഭാഗമായാണ് LSS SSLC +2 വിജയികളായ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുന്നതിനും ലഹരിക്കെതിരെ പോരാടാൻ യുവതലമുറയെ പര്യാപ്തമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രചരണവും സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് K. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി TC രാജഗോപാലൻ, NK ഗോപി, ലൈബ്രറിയൻ കാഞ്ചനവല്ലി, വനിതാവേദി പ്രവർത്തകരായ ഷൈന പ്രദീപ്, ഷൈപ്രഭ, രമ്യ സന്തോഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അനുമോദനം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ചാൽ ലയേർഡ് ബ്രദേഴ്സ് ക്ലബ്, ലൈബ്രറി ആൻഡ് ട്യൂഷൻ സെന്റർ SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. മണിപ്പാൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ MK സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏത് കുട്ടി, നമ്മൾ പലപ്പോഴും എല്ലാ കുട്ടികളെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ആള് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തീരെ പഠിക്കൂലപ്പം അങ്ങനെ പറയരുത്. കാരണം ആ കുട്ടിയുടെ മനോവീര്യം പുറത്തു വരികയാണ്. നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഉഷാറാണ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെത്താൻ സംഗതികൾ ശരിയാവും എന്നുള്ളൊരു പോസിറ്റീവ് അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ച് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം കുട്ടികൾക്ക് പ്രശസ്തമായ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും LKG UKG കുട്ടികൾക്കുള്ള പുസ്തകം, പേന, പെൻസിൽ തുടങ്ങിയവയും വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിനീഷ് K. സ്വാഗതം പറഞ്ഞു. അഴീക്കോട് പഞ്ചായത്ത് അംഗം ശിവദാസൻ E. അധ്യക്ഷത വഹിച്ചു. ലിവിന KP, സഗിന സോനേഷ് എന്നിവർ ആശംസയും രാകേഷ് P. നന്ദിയും പറഞ്ഞു.
ഏറെ മത്സരം നേരിടുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ലയൺ ബ്രിഡ്ജസ് ക്ലബ്ബ് A+ വാങ്ങിയ SLC കുട്ടികൾക്കും A+ വാങ്ങിയ +2 കുട്ടികൾക്കും അനുമോദനം നൽകുന്നുണ്ട്. ഇതിനൊക്കെ ട്യൂഷൻ സെൻ്ററായും ലൈബ്രറിയായും പ്രവർത്തിക്കുന്ന ആ ക്ലബ്ബിൽ ട്യൂഷൻ കൊടുക്കുന്ന ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. അവർ ഓരോ കുട്ടികളുടെയും വിദ്യാഭ്യാസ നിലവാരം ഇന്നത്തെ സാഹചര്യം എല്ലാം നമ്മളോട് പറയും. ലയൺ ബ്രദേഴ്സ് ട്യൂഷൻ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാനൊരു 6 വർഷമായി ക്ലാസ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളാണ് കൂടുതലായും നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്നത്. അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളുണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള രക്ഷിതാക്കൾക്ക്. അപ്പം അവർക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് പലരും ട്യൂഷൻ സെൻ്ററിലേക്ക് അയക്കുന്നത്. അപ്പോൾ ട്യൂഷൻ സെൻ്റർ കൈകാര്യം ചെയ്യുന്നവർക്കായാലും ഈ പാഠ്യപദ്ധതി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ പഴയ ഒരു പാഠ്യപദ്ധതി രീതി അനുസരിച്ച് പഠിപ്പിക്കാൻ നിന്നാൽ ഇന്നത്തെ രീതിയിൽ അത് ഒരു പ്രാവീണ്യം ഉണ്ടാവും. ഇല്ലാത്ത ആൾക്കാർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും എന്താ പറയുക, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും കുട്ടിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ പാഠ്യപദ്ധതി ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് തന്നെയാണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകി പോകുന്നത്. ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ ഏകദേശം 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കെല്ലാം ഉന്നത വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. SSLC പരീക്ഷയിലായാലും +2 പരീക്ഷയിലായാലും. അപ്പം നമ്മളാൽ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും വായനാ സാമഗ്രികളൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് നൽകിക്കൊണ്ട് നമ്മൾ അവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ വാർഷിക പരീക്ഷയ്ക്ക് ശേഷവും നമ്മൾ അവർക്കുള്ള അനുമോദന ചടങ്ങുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവർക്കുള്ള പഠനോപകരണങ്ങളും നമ്മുടെ സ്ഥാപനം നൽകാറുണ്ട്. കൂടാതെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് തന്നെ LSS പോലുള്ള സ്കോളർഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. ടീച്ചർ, CBSE സിലബസ് അത് ഇന്നത്തെ കുട്ടികൾക്ക് ഈ സാഹചര്യത്തിൽ അത് പഠിച്ച് എടുക്കുക എന്നുള്ളത് പ്രയാസപ്പെട്ട ഒരു സംഭവമാണത്. CBSE സിലബസ് കേരള സിലബസിൽ നിന്ന് എന്താ പറയുക തികച്ചൊരു വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കേരള സിലബസിലെ കുട്ടികൾ സ്വയം ചെയ്ത് പഠിക്കുന്നൊരു സമ്പ്രദായമാണ്. പക്ഷേ CBSE കുട്ടികൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നൊരു സിസ്റ്റം പോലെയാണ് എനിക്ക് തോന്നിയത്. ലയൺസ് ബ്രദേഴ്സ് ക്ലബ്ബ് പോലുള്ള സ്ഥാപനങ്ങൾ നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അവർക്ക് ഇനിയും ഇതുപോലുള്ള അനുമോദനങ്ങളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുമാറാട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷിതാക്കളും കോഴ്സിന്റെ സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കണമെന്ന് C. രഘുനാഥ്. BJP മുരിങ്ങേരി ബൂത്ത് കമ്മിറ്റി, BP കരുണാകരൻ സേവാസമിതി മുരിങ്ങേരി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനുമോദനവും ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും പ്രശസ്ത ചിത്രകാരൻ പ്രശാന്തൻ മുരിങ്ങേരി, കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ നിവേജ വിനോദ് എന്നിവരെ അനുമോദിക്കലും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും മുരിങ്ങേരി UP സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു BJP ദേശീയ സമിതി അംഗം C. രഘുനാഥ്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം. പക്ഷെ അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ അവരുടെ സ്വഭാവത്തിലും ചിന്തയിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുതിരക്കാരനായാലും ആ കുതിരക്കാരനും ഒരു ദൗത്യം ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ദൗത്യം ഈ സംസ്കാരത്തിന്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടെന്നും തിരിച്ചറിവോടുകൂടി നിങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. ചടങ്ങിൽ BJP അഞ്ചരക്കണ്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ആതിര സ്വാഗതം പറഞ്ഞു. PR രാജൻ, ഹരീഷ് ബാബു, അജയൻ പൊതിയോടത്ത്, ജിതേഷ് പാലക്കീട്, P. സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ചക്രവാത ചുഴിയുടെ ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. വടക്ക് കിഴക്കൻ അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്താലാണ് മഴ കനക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് വൈകിട്ട് 5:30 കള്ളക്കടൽ പ്രതിഭാസവും പ്രവചിച്ചിരുന്നു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6630 രൂപ, പവന് 53,040 രൂപ, വെള്ളി 95 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ത്യാഗസ്മരണയിൽ ഇന്ന് നാടെങ്ങും ബലിപെരുന്നാൾ. ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരങ്ങളിലും പങ്കെടുത്ത് മുസ്ലിം സഹോദരങ്ങൾ. ഉറ്റവരെ നഷ്ടപ്പെട്ട പാലസ്തീൻ ജനതയ്ക്ക് കേരളക്കരയുടെ പ്രാർത്ഥനയിൽ ഒരിടം. മണൽക്കടത്ത് സംഘവുമായി ബന്ധം. വളപട്ടണം സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം. മണലും ബോട്ടുകളുടെ എഞ്ചിനും മറിച്ചുവിറ്റതായി വിജിലൻസ് കണ്ടെത്തൽ. മണൽ മാഫിയകളിൽ നിന്നും പണം വാങ്ങുന്നതായും ആരോപണം. മാലിന്യം നിറഞ്ഞ ജില്ല. നടപടികളിലും പിഴകളിലും കുലുങ്ങാതെ ജനങ്ങൾ. മാലിന്യം കത്തിക്കാൻ പുകപ്പുര ഒരുക്കിയും പുഴയോരത്ത് മാലിന്യം തള്ളിയും വീണ്ടും കേസുകൾ. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.